കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്, കൊഴുക്കട്ട. ഞാൻ മഹിമാസ് സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാം. രണ്ട് കപ്പ് വെള്ളം കൂടാതെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. 2-3 ടീസ്പൂൺ ചേർക്കാം. ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ. ഈ ബോളിലേക്ക് എടുക്കുന്ന അരിപ്പൊടിയാണ്, ഫൈനായിട്ടുള്ള അരിപ്പൊടി. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി 2 കപ്പ്. ഏകദേശം ഒരു 340 ഗ്രാം കാണും. നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും, ഓരോ പൊടിയുടെ വറവ് അനുസരിച്ച് വ്യത്യാസം വരും. നന്നായിട്ട് മൂപ്പിച്ചൊക്കെ വറക്കുമ്പോൾ ഒക്കെ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് ഓരോ പൊടിയിലും വ്യത്യാസം വരും. ഞാൻ ഈ ഉപയോഗിക്കുന്ന പൊടിക്ക് ഈ ഒരു അളവാണ് വെള്ളം വേണ്ടേ. ഇവിടെ എനിക്ക് കുഴച്ച് വന്നപ്പോൾ ഒരു ശകലം വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുക. ഇച്ചിരി എക്സ്ട്രാ വെള്ളം തിളപ്പിച്ച് അതുകൂടെ ആഡ് ചെയ്യാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ചൂട് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കഴിച്ചാലും മതി. ഒത്തിരി ചൂടാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ നനച്ചു കൊടുക്കുക. വെള്ളമോ അല്ലെങ്കിൽ നെയ്യോ കയ്യിൽ നനച്ചു കൊടുത്തിട്ട് വേണമെങ്കിലും കഴിച്ചെടുക്കാം. ഞാനൊരു പ്ലേറ്റ് വെച്ച് അടച്ചത് മാറ്റി വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കരയും കുറച്ച് വെള്ളം, ശർക്കര ഉരുകാനും മാത്രമുള്ള വെള്ളം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഓർഗാനിക് ശർക്കരയാണ്. ക്ലീൻ ആയിട്ടുള്ള ശർക്കര, ഒട്ടും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ ശർക്കര ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോഴും അത് അരിച്ചെടുത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനകത്തേക്ക് തന്നെ നമുക്ക് തേങ്ങയോടെ ചേർക്കാവുന്നതാണ് പരുവായി കഴിയുമ്പോൾ. അപ്പോൾ ഈ ശർക്കര നന്നായിട്ട് അലിയണം. അലിഞ്ഞ ശേഷം അത് നല്ലൊരു തിക്ക് പരുവാവണം. അതുവരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി തിക്കായി. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പീര ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 1.5 കപ്പ് തേങ്ങയാണ്, തിരുമിയ തേങ്ങ. ഇത് റെഡി ആവുന്ന സമയം കൊണ്ട് ഇതിനകത്ത് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചിനകത്തേക്ക് ചേർക്കാം. ജീരകം പൊടിയല്ല വേണ്ട, ചതച്ച ജീരകം. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എടുത്തേക്കുന്നത്, ക്യുമിൻ സീഡ്സ്. ജീരകത്തിന് പകരം ഏലക്ക വേണമെങ്കിൽ ചേർക്കാം. പേഴ്സണലി എനിക്കിഷ്ടം ജീരകത്തിൻ്റെ ഫ്ലേവറാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും കൊഴുക്കട്ടയ്ക്കകത്തും ജീരകം ചേർക്കുന്നത്. ജീരകം ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തേങ്ങയുടെ വെള്ളം പറ്റണം. ഈ ശർക്കര എല്ലാം ഡ്രൈ ആയിട്ട് വരണം. 1/4 ഭാഗം ഡ്രൈ ആയി വരണം. ആ ഒരു പരുവം വരെ കുക്ക് ചെയ്തെടുക്കുക.
ഇവിടെ നോക്കിയാൽ ശർക്കരയൊക്കെ ഓൾമോസ്റ്റ് പറ്റി ഒരു പരുവം വരുമ്പോൾ ഓഫ് ചെയ്യും. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്യുക. ഇതിലേക്ക് ജീരകം 1/2 ടീസ്പൂൺ ചതച്ച ജീരകം കൂടെ ചേർക്കാം. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഫില്ലിങ് ഇവിടെ കൂളാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നമ്മളിവിടെ അടച്ചു വെച്ചേക്കുമായിരുന്നു. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോഴും മാവിന് ചൂടുണ്ട്. നല്ല മാനേജ് ചെയ്യാവുന്ന ചൂടേ ഉള്ളൂ. ഇപ്പം കോഴിക്കട്ടയ്ക്ക് നല്ല മയം കിട്ടണമെങ്കിൽ ഈ ഒരു കുഴ നന്നായിട്ട് ചെയ്യാം. നന്നായിട്ട് കുഴച്ചാലേ നല്ലൊരു മയം കിട്ടത്തുള്ളൂ. ചെറിയ ഉരുളകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു വലുപ്പത്തിൽ അങ്ങനെ ഒരു 15 ചെറിയ വലുപ്പങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഓരോന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കുക. ഇച്ചിരി നെയ്യുടെ തൂത്ത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ ക്രാക്ക് പോലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ക്രാക്ക് മാറണം. ഇത് അടച്ചു വെക്കണം എപ്പോഴും. അരിമാവായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അല്ലെങ്കിൽ ഒരു നന്ന തുണിയിട്ട് കവർ ചെയ്ത് വെക്കുക. നമ്മളെല്ലാ കൊഴുക്കട്ടയ്ക്കും എല്ലാം ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിംഗ് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പ് ഉണ്ടാക്കുക. ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ഇതിലേക്ക് ഫില്ലിംഗ് വെക്കാം. നന്നായിട്ട് സ്മൂത്തൻ ചെയ്യുക. ഇതേപോലെ ബാക്കിയുള്ളതോടെ ചെയ്യുക. നല്ല സ്മൂത്താക്കി എടുക്കുക. ഇടയ്ക്കൊന്ന് കയ്യിൽ നെയ്യൊന്ന് തൂത്ത് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ എപ്പോഴും ഒന്നുകൂടെ ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഷേപ്പ് ചെയ്യുക. തുറന്നിരിക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. ഇതേപോലെ ബാക്കിയുള്ള കൊഴുക്കട്ടെ ഫില്ല് ചെയ്തെടുക്കുക. നമ്മളെല്ലാ കൊഴുക്കട്ടയും ഷേപ്പ് ചെയ്ത് വെച്ച് ഫില്ലിംഗ് കൊടുത്ത് ഇനി അടുത്തായിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഈ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു തട്ട് അടിയിൽ കൊടുത്തിട്ടുണ്ട്. കൊഴുക്കട്ട എല്ലാം ഇതിനകത്തേക്ക് വെക്കുക. നന്നായിട്ട് ആവി വന്ന ശേഷം ഇത് അടച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കുക. 20 മിനിറ്റോളം ഞാൻ സ്റ്റീം ചെയ്തു. ഓഫ് ചെയ്തിട്ടേക്കാണ്. ചൂടാറിയ ശേഷം എടുക്കാം. ഞാനിപ്പം പ്ലേറ്റിലേക്ക് മാറ്റാം. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ചൂടോടെ എടുത്താൽ പൊട്ടും. അപ്പോൾ അതുകൊണ്ടൊന്ന് ചൂടാറിയ ശേഷം എടുത്താൽ മതി.
നമുക്ക് 4 മണി പലഹാരമായിട്ടോ അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നമ്മുടെ കൊഴുക്കട്ട റെഡിയാണ്. അപ്പം അതിൻ്റെ ഫില്ലിങ് നമ്മളിവിടെ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടാണ് ഫില്ലിങ് കൊടുത്തത്. ഇത് കൂടാതെ ചക്ക വെളിയിച്ചത്, ഏത്തയ്ക്ക വഴറ്റിയതൊക്കെ ഇത് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതിനെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ്. ഫില്ലിംഗ് നല്ല മോയിസ്റ്റായിട്ടും ഇരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കോ ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.